മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം. കേസിൽ വീണ വിജയനെതിരെ കേസെടുത്തത് അന്വേഷിക്കാൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകി. SFIO നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും CMRL ഉദ്യോഗസ്ഥന്മാരും കേസിൽ പ്രതികളാണ്. ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ മൂന്നാം വട്ട മന്ത്രിതല ചർച്ചയിൽ ആദ്യഘട്ടം പരാജയം. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് താൽപ്പര്യമുണ്ടെന്ന് പറയുമ്പോഴും അതിൽ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ആശമാർ. റോഡ് ഉപരോധിച്ച് ആശാപ്രവർത്തകർ. ആശാവർക്കർമാരുടെ നിരാഹാരത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരവുമായി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് സമരം. നിരാഹാര സമരത്തിനിടെ കുഴിഞ്ഞു വീണ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവും ക്രിസ്ത്യാനികൾക്കെതിരായുള്ള ആക്രമണങ്ങളും രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് MP. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചിലർ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ ഓരോ ദിവസവും ആക്രമണം നടക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ രാജ്യസഭയിലെ BJP ബെഞ്ചിൽ കാണാമെന്നും ബ്രിട്ടാസ് പറഞ്ഞു. രാജ്യസഭയിൽ എമ്പുരാൻ സിനിമ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് MPക്ക് മറുപടിയുമായി MP സുരേഷ് ഗോപി. എമ്പുരാൻ സിനിമയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. റീ എഡിറ്റിംഗ് നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും തീരുമാനമാണ്. TP 51 വെട്ട് പരാമർശിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ലോക്സഭയിൽ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് അവതരിപ്പിച്ചത്. സഭാ ചരിത്രത്തിൽ ഇത്രയധികം ചർച്ച മറ്റൊരു ബില്ലിന്മേലും നടന്നിട്ടുണ്ടാവില്ലെന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കിരൺ റിജിജു പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കിയതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ബില്ല് ഭരണഘടനാ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നാക്രമണമാണെന്നും ബില്ലിനെതിരെ തമിഴ്നാട് ഒന്നിച്ചു പോരാടുമെന്നും സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കി. കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് DMK അംഗങ്ങൾ നിയമസഭയിലെത്തിയത്. വഖഫ് നിയമ ഭേദഗതി പട്ടികവർഗ വിഭാഗത്തിന് ചരിത്രപരമായ നേട്ടമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിഷയത്തിൽ കേരളത്തിലെ MPമാർ സ്വീകരിച്ച സമീപനം അങ്ങേയറ്റം അപമാനകരം. മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണ് CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും MT രമേശ് പറഞ്ഞു. മുനമ്പം കേരളത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന സർക്കാരും സംസ്ഥാന വഖഫ് ബോർഡും തീരുമാനിച്ചാൽ പരിഹാരമുണ്ടാകും. വഖഫ് ഭേദഗതി ബില്ല് പാസ്സായെന്ന് കരുതി മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ പറ്റില്ലെന്നും സംഘപരിവാർ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. വഖഫ് ബില്ല് പാസാക്കിയതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യം ഇല്ല എന്ന വാദം തെറ്റാണ്. കോൺഗ്രസും CPM-ഉം പാർലമെന്റിൽ നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ MPമാർ അവരുടെ കടമ നിർവഹിച്ചില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ലോക്സഭയിലെ വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി എത്താതിരുന്നതിൽ വിമർശനം. വിപ്പ് നൽകിയിട്ടും ചർച്ചയുടെ ഒരു ഘട്ടത്തിലും പ്രിയങ്ക പങ്കെടുത്തില്ല. സഭയിൽ എത്താതിരുന്നത് അസുഖബാധിതയായ ബന്ധുവിനെ കാണാൻ വിദേശത്ത് പോയതിനാലാണെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ വിശദീകരണം. വഖഫ് ഭൂമി കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ അപേക്ഷയിൽ 7-ന് വിധി പറയും. 4 ഹർജികളിലായാണ് വിധി പറയുക. 2 കേസുകളിലായി 2 വീതം ഹർജികളാണ് പരിഗണിക്കുന്നത്. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിന്റേതാണ് തീരുമാനം. മുനമ്പം ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫാറൂഖ് കോളേജ് അധികൃതർ നൽകിയ പരാതിയിലാണ് നടപടി. കടക്കൽ ക്ഷേത്രോത്സവത്തിനിടെ വിപ്ലവ ഗാനം ആലപിച്ച സംഭവം നിസ്സാരമായി കാണാനാവില്ലെന്ന് ഹൈക്കോടതി. ഇത്തരമൊരു കാര്യം ഒരിക്കലും അമ്പലപ്പറമ്പിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ മാർച്ച് 10-നാണ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനങ്ങൾ പാടിയത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുകാന്ത് സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹൈക്കോടതിയിലാണ് സുകാന്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഒളിവിലായിരുന്ന സുകാന്തിനായി കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സുകാന്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊലക്കേസിൽ റിമാൻഡിലുള്ള വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി.
ഈ മാസം 8-ന് വിധി പറയും. കുട്ടികൾക്ക് പ്രായപൂർത്തിയായില്ലെന്ന വാദം പരിഗണിക്കരുതെന്ന് ഷഹബാസിന്റെ കുടുംബം വാദിച്ചു. നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. ഭാസ്കരക്കാരനവർ കൊലക്കേസ് പ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ച സർക്കാർ. ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം മരവിപ്പിച്ചത്. മന്ത്രിസഭാ തീരുമാനമെടുത്ത് 2 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് പിറന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച ആരോഗ്യവകുപ്പ്. മാതാവിന് ആദ്യ 3 മാസം നൽകിയ പ്രസവ ചികിത്സ തൃപ്തികരമായിരുന്നില്ല. അപകട സാധ്യത അറിയിക്കുന്നതിൽ 2 ഗൈനക്കോളജിസ്റ്റും പരാജയപ്പെട്ടുവെന്നും കുടുംബത്തിന് കൈമാറിയ ആരോഗ്യവകുപ്പ് അന്വേഷണ റിപ്പോർട്ട്. പ്രായപരിധിയിൽ ഒഴിവാകുന്നവരോട് അവഗണന അരുതെന്ന് CPM പാർട്ടി കോൺഗ്രസ് സംഘടനാ റിപ്പോർട്ട്. ഒഴിവാക്കുന്നവർക്ക് പാർട്ടി ഘടകമോ കർമ്മ മേഖലയോ നിശ്ചയിച്ച് നൽകാത്ത ചില സംഭവങ്ങളുണ്ട്. സംസ്ഥാന സമിതികളിൽ ക്ഷണിതാക്കളുടെ എണ്ണം 5-ൽ കൂടരുത്. ചില സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് കൂടുന്നുവെന്നും റിപ്പോർട്ട്. ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്തിയ അമേരിക്കൻ നടപടി ലോക്സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നടപടി ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കും. ഇതിനെതിരെ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും രാഹുൽ ചോദിച്ചു. ചൈനീസ് അംബാസിഡർക്കൊപ്പം വിദേശകാര്യ സെക്രട്ടറി കേക്ക് മുറിക്കുന്നത് കണ്ട് ഞെട്ടിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26%, ചൈനയ്ക്ക് 34% തീരുവ ചുമത്തി. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ 10% തീരുവ നൽകണം. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തും. സുപ്രീം കോടതി ഫുൾ കോർട്ട് യുഗത്തിലാണ് തീരുമാനം. എല്ലാ ജഡ്ജിമാരും സ്വത്ത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറും. ഈ വിശദാംശങ്ങൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ധാരണയായി. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായാണ് നടപടി. ഗുജറാത്തിൽ യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് മരിച്ചു. പരിശീലന പറക്കലിനിടെയാണ് വ്യോമസേന വിമാനം അപകടത്തിൽപ്പെട്ടത്. സഹ പൈലറ്റിന് ഗുരുതരമായി പരിക്കേറ്റു. അപകട കാരണം വ്യക്തമല്ലെന്നും വിമാനം താഴെ വീണതിനെ തുടർന്നാണ് തീ പിടിച്ചതെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ വ്യോമസേനയും പോലീസും അന്വേഷണം ആരംഭിച്ചു. ചൂടിൽ വലയുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായി AC ഹെൽമറ്റുകൾ. ഹെഡ് ഗിയറിനുള്ളിലെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കോമ്പാക്ട് കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയാണ് ഹെൽമറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിലെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ എയർ കണ്ടീഷൻ ചെയ്ത ഹെൽമറ്റുകൾ ഉപയോഗിക്കുന്നു. US സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പദവികളിൽ നിന്നും വ്യവസായി ഇലോൺ മസ്ക് പടിയിറങ്ങുന്നു. ഡോജിലെ പദവി മസ്ക് ഒഴിയുമെന്ന ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളെ അറിയിച്ചുവെന്നാണ് വിവരം. ട്രംപുമായുള്ള ചർച്ചകളിൽ ബിസിനസ്സിലേക്ക് മടങ്ങാൻ മസ്ക് താൽപര്യം അറിയിച്ചുവെന്നും ഇതിന് US പ്രസിഡന്റ് അനുമതി നൽകിയെന്നുമാണ് റിപ്പോർട്ട്. ഗാസയിൽ 24 മണിക്കൂറിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 11 കുട്ടികളിലടക്കം 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയുടെ കൂടുതൽ മേഖലകൾ പിടിച്ചെടുക്കാൻ സൈനിക നടപടി വ്യാപിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ ഇസ്രായേലിന് സുരക്ഷാ മേഖലയിലേക്ക് കൂട്ടിച്ചേർത്തു. ദുബൈ എമിറേറ്റിലുടനീളമുള്ള മെട്രോ സ്റ്റേഷനുകളിലെ ദിശ ബോർഡുകളും അടയാളങ്ങളും നവീകരിച്ച് RT. ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങളിലേക്കാണ് യാത്രക്കാർക്ക് പ്രയാസകരമാവാത്ത രീതിയിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ചത്. സ്റ്റേഷനുകളിലെത്തുന്ന യാത്രക്കാർക്ക് നാവിഗേഷൻ കൂടുതൽ എളുപ്പവും ലളിതമാക്കുകയുമാണ് ലക്ഷ്യം. ദുബായിയുടെ ലോകോത്തര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസ് കൊറിയർ സർവീസ് ആരംഭിച്ചു. റെഡേഴ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ ഡോർ ടു ഡോർ കൊറിയർ സേവനത്തിന് തുടക്കം കുറിച്ചതായി കമ്പനി വ്യക്തമാക്കി. 7 വിപണികളിലായാണ് തുടക്കത്തിൽ എമിറേറ്റ്സ് കൊറിയർ സേവനം നൽകുക. ദുബായിൽ നിന്നും മുംബൈയിലേക്ക് വെറും 2 മണിക്കൂറിലെത്താൻ അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ വരുന്നു. മണിക്കൂറിൽ 600 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാർക്ക് പുറമെ ഇന്ധനം ഉൾപ്പെടെ ചരക്കുകളും കൊണ്ടുപോകാം. UAE നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡാണ് പദ്ധതി അവതരിപ്പിച്ചത്. ഊബറുമായി ചേർന്ന് കൂടുതൽ ഡ്രൈവറില്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ ദുബൈ RTA. ആഗോളതലത്തിൽ കൂടുതൽ കമ്പനികൾ രംഗത്തെത്തിയതോടെ അടുത്ത വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. ആഴക്കടൽ പര്യവേഷണത്തിലൂടെ പുതിയ തരം ജീവികളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ. സ്മീറ്റ് ഓഷൻ
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പര്യവേഷണ വാഹനം ചിലിയൻ തീരത്ത് നടത്തിയ നിരീക്ഷണത്തിലാണ് ജീവികളെ കണ്ടെത്തിയത്. ആഴക്കടലിൽ നിന്നുള്ള ചിത്രങ്ങൾ മീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടു. ചാലക്കുടി നഗരത്തിൽ ഇറങ്ങിയ പുലിയെ മയക്കുവെടി വയ്ക്കും. പുലിയെ കണ്ടാൽ അപ്പോൾ തന്നെ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. പ്രദേശത്ത് കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. ചാലക്കുടിയിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മലപ്പുറം പുറത്തൂർ, ചമ്രവട്ടം എന്നിവിടങ്ങളിൽ കാട്ടുപന്നി ആക്രമണം. വയോധികനടക്കം 2 പേർക്ക് പരിക്കേറ്റു. മുട്ടന്നൂർ ഉണ്ടപ്പടി സ്വദേശി കമ്മു, മണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ കമ്മുവിനെ പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് വൻ ലഹരി മരുന്ന് വേട്ട. കാറിലും വീട്ടിലും സൂക്ഷിച്ച 450 ഗ്രാം ഹാഷിഷ് ഓയിൽ എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ കർണാടക സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയുമായ കലന്തർ ഷാഫി അറസ്റ്റ് ചെയ്തു. പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ട മറ്റൊരാൾക്കായി തെരച്ചിൽ ഊർജിതം. മലപ്പുറം നിലമ്പൂരിൽ 40 കുപ്പി വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. നിലമ്പൂർ കക്കടംപൊയിൽ സ്വദേശി രാജേഷാണ് എക്സൈസിന്റെ പിടിയിലായത്. തിരുവമ്പാടി ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങുന്നതിനിടയിൽ വിൽപ്പനയ്ക്കായി എത്തുന്നതിനിടെയാണ് രാജേഷ് എക്സൈസിന്റെ പിടിയിലായത്. കോഴിക്കോട് കാരന്തൂരിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും 222 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. വെള്ളിപ്പറമ്പ് സ്വദേശി റിതു ബർഷാദിനെയാണ് കുന്നമംഗലം പോലീസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. ജനുവരി 21-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. 5ാം പ്രതിയായ റിതു ബർഷാദ് വിദേശത്തേക്ക് പോയതിനെ തുടർന്ന് പ്രതിക്കെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ റിമാൻഡിൽ. കാസർഗോഡ് പള്ളിക്കര സ്വദേശികളായ സുമേഷ്, സുകേഷ്, കാളിദാസ്, നിശാന്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിനെത്തിയ കാസർഗോഡ് ബേക്കൽ സ്വദേശിയെന്നാണ് പ്രതികൾ ആക്രമിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപാനികൾ എറിഞ്ഞ ബിയർ കുപ്പി ദേഹത്ത് വീണ് 5 വയസ്സുകാരന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. കടക്കാട് സ്വദേശി മുഹമ്മദ് നദീമാണ് പിടിയിലായത്. ബാറിലെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കൊച്ചിയിൽ മാരകായുധങ്ങളുമായി സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടി. എടപ്പള്ളിയിൽ ജംഗ്ഷന് സമീപമാണ് സംഭവം. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കമ്പിവടിയും വാക്കത്തിയും ഉപയോഗിച്ച് ജീവനക്കാർ നഗരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മുളയങ്ങൽ സ്വദേശി ഷാദിലാണ് മരിച്ചത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഷാദിൽ. ബസ്സിടിച്ച ശേഷം 10 മീറ്ററോളം വലിച്ചിഴച്ച ശേഷമാണ് ബസ് നിന്നത്. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കർണാടക സ്വദേശികൾക്കും ബൈക്ക് യാത്രികനായ താമരശ്ശേരി സ്വദേശിക്കുമാണ് പരിക്കേറ്റത്. മൂവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊലമറക്കൽ ദേവീക്ഷേത്രത്തിലെ കുതിരയെടുപ്പിനിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് മലമേൽ സ്വദേശി അരുൺ രാജ്. അപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. ആലുവയിൽ കാണാതായ നിയമ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. എടത്തല മണിമുക്കിലെ ന്യൂവെൽസ് കോളേജിൽ LLB വിദ്യാർത്ഥിയായ തിരുവനന്തപുരം സ്വദേശി അതുൽ ഷാബുവിന്റെ മൃതദേഹമാണ് ഉളിയന്നൂരിലെ സ്കൂബ സംഘം മുങ്ങിയെടുത്തത്. മണലിമുക്കിൽ ബന്ധുവിനൊപ്പം വാടകയ്ക്ക് താമസിക്കുന്ന അതുലിനെ ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ തൂങ്ങി മരിച്ച നിലയിൽ മലപ്പുറം കോട്ടപ്പുറം സ്വദേശി യാസിർ അറഫത്താണ് മരിച്ചത്. സ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. മധ്യവേനൽ അവധിക്കാലത്ത് സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിൽ ക്ലാസ് നടത്തരുതെന്ന് ബാലാവകാശ കമ്മീഷൻ. പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഉത്തരവ് ബാധകം. നിയമലംഘനം നടത്തുന്ന സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ഉത്തരവ്. തൃശൂർ ചിറങ്ങരയിൽ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി കളക്ടറും MLAയും. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫാണ് ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയത്. ചിറങ്ങരയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടത്. തൃശൂർ ചിറങ്ങര ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ പ്രതിഷേധം. MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കരാറു കമ്പനി അടിപ്പാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കമ്പികൾ മതിയായ വലുപ്പമില്ല എന്നായിരുന്നു പ്രധാന ആരോപണം.
തൃശൂർ കുട്ടനെല്ലൂരിലെ ഷോപ്പിംഗ് മാളിൽ അനധികൃതമായി പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് മാളിൽ പരിശോധന നടത്തി. മേയർ MK വർഗീസ് മാളിൽ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തിയത്. മാൾ അധികൃതർക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി. അതിവേഗ വാർത്തകൾ തുടരുന്നു. വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ MG ശ്രീകുമാർ 25,000 രൂപ പിഴയടച്ചു. എറണാകുളത്തെ മുളകുകാട് ഗ്രാമപഞ്ചായത്താണ് ഗായകന് പിഴ ചുമത്തിയത്. വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ ഒരു വിനോദസഞ്ചാരി പകർത്തി അധികൃതരെ അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് നോട്ടീസ് നൽകിയതിന് പിന്നാലെ ശ്രീകുമാർ പിഴയടക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഏപ്രിൽ 2, 3 തീയതികളിലായി ജില്ലാ ആസ്ഥാനത്താണ് പരിശീലനം നടക്കുന്നത്. ദേശീയ തലത്തിലുള്ള പരിശീലകരാണ് BLOമാരുടെ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുന്നത്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായാണ് പരിശീലന പരിപാടി. കേരളത്തിലെ കുരുമുളക് ഉൽപാദനത്തിൽ ഇടിവെന്ന് കേന്ദ്ര കാർഷിക സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ. 8 മുതൽ 10% വരെയാണ് ഇടിവ് സംഭവിച്ചതെന്നും രാംനാഥ് ഠാക്കൂർ പറഞ്ഞു. 2024-15 കാലത്തെ 85,431 ഹെക്ടറിൽ കൃഷിയുണ്ടായിരുന്നതാണ് 23-24 കാലത്ത് ചുരുങ്ങിയത്. തൃശൂർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 5 പഞ്ചായത്തുകളിലെ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. ഇതിന് മുന്നോടിയായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസരവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ശുചീകരിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി നഗരസഭ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പ്രഖ്യാപനം നടത്തി. വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷതയായി. അന്താരാഷ്ട്ര ബാല പുസ്തക ദിനത്തിൽ അവധിക്കാല വിജ്ഞാന പദ്ധതി ആരംഭിച്ചു. വായനയാണ് ലഹരി, നല്ല പുസ്തകങ്ങൾ നമ്മുടെ വഴി കാട്ടി എന്ന സന്ദേശവുമായി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതി ആരംഭിച്ചത്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ലൈബ്രറി പുസ്തകം കൈമാറി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സമ്മേളന പതാക ദിനാചരണം കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി യൂണിയൻ പതാക ഉയർത്തി. ആലപ്പുഴ മാന്നാറിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ അധിക്ഷേപിച്ച ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട CPM നേതാവ് BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് AITC സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീർ അധ്യക്ഷനായി. തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ധർണ നടത്തി. കഴിഞ്ഞ 20 ദിവസമായി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. വെള്ളം എത്തിക്കേണ്ടതിനു വേണ്ടി യാതൊരു ഇടപെടലും ഭരണസമിതി നടത്തുന്നില്ലെന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കാതോലിക്ക കോൺഗ്രസ് അതിരൂപത യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ മാർച്ച് സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് മരണമാണ്, മയക്കം വിട്ടുണരാം നാടിനായി എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച മാർച്ചിൽ സ്നേഹജ്വാല കത്തിച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലി. ഗ്ലോബൽ കാതോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലത്തൂരിന് സ്നേഹജ്വാല പകർന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പുത്തൂർ നമ്പ്യാർ റോഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഒല്ലൂർ CI വിമോദ് ക്ലാസിന് നേതൃത്വം നൽകി. വാർഡ് മെമ്പർ ലിബി വർഗീസ് അധ്യക്ഷയായി. പരിപാടിയിൽ ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കാരണങ്ങളും അതിന്റെ പ്രതിവിധികളെയും കുറിച്ച് സംസാരിച്ചു. മില്ലുടമകൾ അമിതമായ കിഴിവ് ആവശ്യപ്പെടുന്നതിനെതിരെ ആലപ്പുഴ മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസ് നെല്ല് കർഷകർ ഉപരോധിച്ചു. നെൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. നെല്ല് സംഭരണം വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിനെ തുടർന്ന് സമരസമിതി കൂടി ആലോചിച്ച് സമരം അവസാനിപ്പിച്ചു.
തൃശൂർ വടക്കാഞ്ചേരിയിലെ സംരക്ഷിത വനഭൂമിയിലെ അനധികൃതമായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുന്നിൽ റീത്ത് സമർപ്പിച്ച യൂത്ത് കോൺഗ്രസ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോടികളുടെ അഴിമതിയിലും അധികാര ദുർവിനിയോഗത്തിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് അധികൃത കെട്ടിടത്തിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചത്. മലപ്പുറം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ക്രഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാലടിത്തറ വെസ്റ്റ് അങ്കണവാടിയിൽ ആരംഭിച്ച പദ്ധതി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് സംസ്ഥാനത്താകെ അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് 304 ക്രഷറുകളാണ് സ്ഥാപിക്കുന്നത്. തൃശൂർ കൊടകര ALPS ആലത്തൂരിൽ UKG കോൺവെക്കേഷൻ നടത്തി. PTA പ്രസിഡന്റ് സുനിൽ PS അധ്യക്ഷത വഹിച്ച യോഗം പറപ്പൂക്കര പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ സതീശൻ TK ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം മുൻ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു നിർവഹിച്ചു. തൃശൂർ പാവറട്ടി പുതുമനാശ്ശേരി സെന്റ് മേരീസ് LP സ്കൂൾ ശബ്ദാർത്ഥി സമാപന സമ്മേളനം ഏപ്രിൽ 5 നടക്കും. സമ്മേളനം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് കടമ്പുകുളത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ആർട്ടിസ്റ്റ് ഇർഷാദ് കേച്ചേരി മുഖ്യാതിഥി. മലപ്പുറം കുമ്പിടി മേലഴിയം ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം ഏപ്രിൽ 5 നടക്കും. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുന്ന വാർഷികാഘോഷത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് വീണ ടീച്ചർ മുഖ്യാതിഥിയാണ്. പരിപാടിയിൽ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങളും അരങ്ങേറും. ആലപ്പുഴ എടത്വ തലവടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിൽ ഫ്രണ്ട്സ് മാവിച്ചേരി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഷട്ടിൽ നൈറ്റ് സംഘടിപ്പിച്ചു. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായ കണ്ണൂർ റൂറൽ ASP വിനോദ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ കലാ കായിക മത്സര വിജയികളെ അനുമോദിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയിറങ്ങി. പൂരത്തിന്റെ ആവേശം പകർന്ന അഖിൽ കുടവൂരിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകര നഗരത്തെ ആവേശത്തിരയിൽ ആഴ്ത്തിയാണ് പൂരം നടന്നത്. പൂരത്തെ തുടർന്ന് ഉത്സവത്തിന് കൊടിയിറങ്ങി. ആലപ്പുഴ ചെങ്ങന്നൂർ നന്നാട് കോട്ടയത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവവും ഭാഗവത സപ്താഹവും സമാപിച്ചു. ഉത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര പൂജകളും നിരവധി കലാപരിപാടികളും നടന്നു. ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവൻവണ്ടൂർ മഹാക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും വേലകളിയും നടന്നു. ആകാശവിസ്മയമായ ലുസൈൽസ് സ്കൈ ഫെസ്റ്റിവലിന് കൊടിയേറും. ഏപ്രിൽ 3 മുതൽ 5 വരെയാണ് ലുസൈലി അൽസദ് പ്ലാസയിൽ സ്കൈ ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ നീണ്ടുനിൽക്കുന്ന ആകാശ ദൃശ്യ വിരുന്ന് ഖത്തറും ഗൾഫ് മേഖലയും ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത അതിശയ കാഴ്ചകളാണ് ഒരുങ്ങുന്നത്. വാഗമൺ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി സംസ്ഥാന ടൂറിസം വകുപ്പും കേരള സാഹസിക ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങൾ സാഹസിക ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി CEO വിനോ കുര്യാക്കോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. 6 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 11 വിദേശ രാജ്യങ്ങളിൽ നിന്ന് 49 മത്സരാർത്ഥികൾ പങ്കെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ക്രൂയിസ് കപ്പലായ ഓഷ്യൻ എക്സ്പ്ലോറിന്റെ തിരമാലകൾ മൂടുന്നതിന്റെ ദൃശ്യങ്ങൾ. കപ്പലിന്റെ യാത്രക്കാർ പകർത്തിയ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. ധ്രുവ പ്രദേശങ്ങളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ക്വാർക്ക് എക്സ്പെഡിഷൻ കമ്പനിയുടേതാണ് ഓഷ്യൻ എക്സ്പ്ലോഷൻ. തൃശൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ അധ്യാപിക ഒഴിവ് ഫിസിക്സ്, മലയാളം, ഇംഗ്ലീഷ് തസ്തികകളിലേക്ക് PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ഏപ്രിൽ 15 വൈകിട്ട് 5 ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എന്ന വിലാസത്തിൽ അയക്കും. തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അലോപ്പതി ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി, ബിഫാം യോഗ്യതയും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഏപ്രിൽ 10 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ. വിവേക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.